ഇനി നിങ്ങൾ മുട്ട് മടക്കി മുട്ടിന്റെ മേലെ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, കൈ തൈസിലേക്ക് വെക്കുക. ഓക്കെ, നട്ടില് നേരെ നിവർന്നിരിക്കുക. ഇതിനാണ് വജ്രാസനം എന്ന് പറയുന്നത്. വജ്രം എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ആണ്. അപ്പൊ ഡയമണ്ട് പോസ് എന്നാണ് ഇതിന് പറയുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് ഇത് വരുന്നത്. ഈ പോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ ബാലൻസ് ചെയ്യും. നമ്മുടെ ചക്രാസ് എന്ന് പറഞ്ഞാല് നമ്മുടെ എനർജീസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പോയിന്റ്സിനെയാണ് ചക്രാസ് എന്ന് പറയുന്നത്. അപ്പൊ ആ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ആ ചക്രാസ് ഓപ്പൺ ആകും. അപ്പൊ നമ്മുടെ എനർജി ഫ്ലോ എല്ലാ ബോഡിയിലെ ഫുൾ ഏരിയയിലേക്കും എനർജി ഫ്ലോ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ബോഡീനെ ഭയങ്കരമായിട്ട് എനർജൈസ് ചെയ്യാനും ബാലൻസ് ചെയ്യാനും കാം ആക്കാനും ഈ പോസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഒരു 10 സെക്കൻഡ്സ് ഈ പോസ് മെയിൻറ്റെയിൻ ചെയ്യുക. കണ്ണുകൾ അടയ്ക്കുക, നട്ടൽ നിവർത്തിയിരിക്കുക. മെയിൻറ്റെയിൻ 1 2 3 4 5 6 7 8 9 10. കണ്ണുകൾ തുറക്കുക. ഇതാണ് വജ്രാസനം. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെ പഠിച്ച് ഒത്തിരി മടുത്തൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പോസിൽ ഒരു കുറച്ചു നേരം നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ, കട്ടിലേലാണെങ്കിൽ കട്ടിലേല് എവിടെയാണോ കംഫർട്ടബിൾ നിങ്ങൾ ഈ പോസ് മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒത്തിരി റിലാക്സേഷൻ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ബാലാസനം അല്ലെങ്കിൽ ചൈൽഡ് പോസ് എന്ന് പറയും. അത് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു പോസാണ്. എന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന പോസ്റ്ററിൽ തന്നെ നിങ്ങൾ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുക. കൈകൾ 2 സൈഡിൽ വെക്കുക. എന്നിട്ട് നെറ്റി തറയിൽ മുട്ടിക്കുക. കുട്ടികൾ കിടക്കില്ലേ, കുട്ടികൾ കിടക്കുന്ന പോസാണിത്. ഈ പോസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിലേക്ക് ബ്ലഡ് ഫ്ലോ വരും. ഭയങ്കരമായിട്ട് നമ്മൾ റിലാക്സ്ഡ് ആവും. ഈ പോസ്റ്റർ ഒരു 10 സെക്കൻഡ് മെയിൻറ്റെയിൻ ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. പയ്യെ റിലീസ് ചെയ്ത് തിരിച്ചു വരിക.